കേരളത്തിൽ അധിവസിക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവർ. ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ച് മലയാളി എന്ന നിലയിൽ തന്നെ ആത്മാഭിമാനം, നമ്മൾ വളരെ അഭിമാനം കൊള്ളുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു മലയാളിയെ സംബന്ധിച്ചുണ്ട്. എല്ലാ രീതിയിലും ഉന്നത നിലവാരം പുലർത്തുന്ന മനുഷ്യരാണ് നമ്മളെ സംബന്ധിച്ച്. ഒന്നിനും കുറവില്ല. എല്ലാ രീതിയിലും ഉന്നത നിലവാരത്തിലുള്ള മനുഷ്യരെ എല്ലാ രീതിയിലും സാമ്പത്തികമായി അല്ലെങ്കിൽ സാംസ്കാരികപരമായി വിദ്യാഭ്യാസപരമായി എല്ലാ രീതിയിലും സമാധാനപരമായി അല്ലെങ്കിൽ ഉന്നത നിലയിൽ പുലർത്തിയിരുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെതെന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനപൂർവ്വം പറയുന്ന കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്തെന്നുള്ളത് ഓരോ മലയാളിയെ സംബന്ധിച്ചറിയാം. കാരണം നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന പത്രത്തിലൂടെ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വേദന ഉളവാക്കുന്ന വാർത്തകൾ തന്നെയാണ്. അനുദിന വാർത്തകൾ എന്നും വ്യത്യസ്തതരമായ വാർത്തകളെ കൊണ്ട് നിറഞ്ഞ് ഒരു സമാധാനവുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും മാത്രമല്ല കൊലപാതകങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും മറ്റ് സ്വഭാവങ്ങൾ കൊണ്ടും മനുഷ്യന്റെ സ്വഭാവ വൈരുദ്ധ്യ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകുന്ന ഒരു വാർത്തകളോ സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വാർത്തകളോ നമ്മുടെ കണ്ണിനോ കാതിനോ ഒന്നും കേൾക്കാൻ കഴിയാതിരിക്കുമ്പോൾ എവിടെ തിരിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ വളരെ വേദനയോടെ തന്നെ കാണുന്ന വാർത്തകൾ എന്തുതരം വാർത്തകളും വ്യത്യസ്തതരമായ വാർത്തകൾ. കുഞ്ഞുങ്ങൾ വീടിനുള്ളിൽ സുരക്ഷിതരല്ല, മാതാപിതാക്കൾ സുരക്ഷിതരല്ല, സ്ത്രീകൾ സുരക്ഷിതരല്ല. എന്തിനും പറയുന്നു, മാത്രമല്ല ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, അക്രമങ്ങൾ വർദ്ധിക്കുന്നു, വിദ്യാഭ്യാസം കൂടുന്തോറും സാമ്പത്തികം കൂടുന്തോറും അല്ലെങ്കിൽ മനുഷ്യന് വികസനങ്ങൾ എല്ലാ രീതിയിലും ഉണ്ടാകുമ്പോഴും മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വൈകൃതകൾ കൂടി വരുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും ക്രൂരമായ വൈകല്യമായ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു വാർത്തയെന്ന് നമുക്ക് എങ്ങും പറയാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആശ്വാസത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ അതെല്ലാം കാണുന്നത് എന്താണ്? നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ നമ്മുടെ വികാരങ്ങളെ വരെ എത്രമാത്രം മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സമാധാനമില്ലാത്ത മേഖലകളാണ്. ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട വാർത്തകൾ നമുക്കറിയാം. കുഞ്ഞുങ്ങൾ, ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് വഴക്കു പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളിൽ വരെ ആത്മഹത്യ പ്രവണതയാണ്. അതായത് ഒരു രീതിയിലും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എവിടുന്ന് കിട്ടും മനുഷ്യന് സമാധാനം? എവിടെയാണ് മനുഷ്യന് ആശ്രയം കിട്ടുന്നത്? ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നമ്മൾ കാണുന്ന വാർത്തകളും അതൊക്കെ തന്നെയാണ്. എന്നാൽ ആശ്വാസം തരുന്ന, സന്തോഷം തരുന്ന ഒരു വർത്തമാനമാണ് ഞങ്ങൾ ഈ ദേശത്ത് പങ്കുവെക്കുന്നത്. സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം, സന്തോഷം തരുന്ന വർത്തമാനം എന്ന അതിന്റെ വാക്കിൻ